ഹലോ, നമുക്കൊരു പപ്പക്കായ മോര് കാച്ചിയത് ഉണ്ടാക്കിയാലോ? ഇത് ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പച്ച പപ്പക്കായ കുഞ്ഞാക്കി നുറുക്കുക. തനി മലയാളത്തിൽ ഓമക്കായ, പപ്പക്കായ എന്നൊക്കെ പറയും. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 3/4 ടീസ്പൂൺ, 2 പച്ചമുളക് കീറിയിടാം. നല്ല എരിവുള്ള പച്ചമുളക് എടുത്തോളൂ. ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ അത് വറ്റിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. അതേസമയം മിക്സിയുടെ ജാറെടുത്തിട്ട് അരമുറി നാളികേരവും ചുമന്നുള്ളി 2 എണ്ണവും വെളുത്തുള്ളി 1 അല്ലി, കായംപൊടി 1/4 ടീസ്പൂൺ, ചെറുജീരകം അഥവാ നല്ല ജീരകം 1/4 ടീസ്പൂണും, കുരുമുളക് 8 എണ്ണം, മീഡിയം പുളിയുള്ള തൈരും വെള്ളത്തിന് പകരമായി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കൂടി ഇതിലോട്ട് ഒഴിക്കാം. ഒറ്റ തലയിൽ തന്നെ സ്റ്റൗമെന്ന് എടുക്കണേ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. പിന്നെ കാച്ചൽ പരിപാടി. കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഇട്ട് കറി കാച്ചിയെടുക്കാം. പിന്നെ എന്താണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ശരിക്കും ആ നാടൻ ടച്ചുള്ള കറിയാണ്. ബീഫ് കറിയുടെ ഒപ്പം മീൻ കറിയുടെ ഒപ്പം ഒക്കെ എൻ്റെ മോനെ സെറ്റാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ്? ഒരു ലൈക്കും ഉണ്ടാക്കി നോക്കിയിട്ട് റിവ്യൂ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറക്കരുത്. അപ്പോൾ ബൈ.